ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് മാത്സിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് ടേം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023-24 മാത്തമാറ്റിക്സിൻ്റെ. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനുള്ള ടൈമാണ്. ദെൻ 7 ആക്ടിവിറ്റീസിന് നിങ്ങൾക്ക് 5 ആക്ടിവിറ്റീസിൻ്റെ ആൻസർ എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ എ, മെഷർ ആൻഡ് റൈറ്റ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഈ സർക്കിൾ അളന്നിട്ട് മെഷർ ചെയ്തിട്ട് അതിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് റേഡിയസ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ഈ ദൂരം. അപ്പോൾ ഈ ദൂരം എത്രയാണെന്ന് നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് എഴുതുക. അപ്പോൾ ഇവിടെ സ്കെയിലിൻ്റെ 0 തൊട്ട് ഇവിടെ വരെ എത്ര ലെങ്ത് ഉണ്ട് അത് മെഷർ ചെയ്തിട്ട് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് എഴുതുക. അതാണ് റേഡിയസ്. ക്വസ്റ്റ്യൻ ബി, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡയമീറ്റർ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കോമ്പസിൽ സ്കെയിൽ എടുത്തിട്ട് പെൻസിലിൽ 4 സെൻറ്റിമീറ്റർ എടുക്കുക കോമ്പസിൽ, എന്നിട്ട് ഒരു സർക്കിൾ വരക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു 4 സെൻറ്റിമീറ്റർ അളന്നിട്ട് ഒരു സർക്കിൾ വരക്കുക. 4 സെൻറ്റിമീറ്റർ എടുക്കുക, എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് സർക്കിൾ വരക്കുക. റേഡിയസ് ആണ് 4 സെൻറ്റിമീറ്റർ. നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നടുവിൽ നിന്നും സർക്കിളിലേക്കുള്ള സെൻറ്ററിൽ നിന്നുള്ള ഈ ദൂരമാണ് റേഡിയസ്, അതാണ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ മൊത്തം അളവാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് എത്രയാണ്? 4. ഇവിടുന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും? അപ്പോൾ 4 ആണ് അല്ലേ. പകുതി അളവാണ് 4. അപ്പോൾ ബാക്കി പകുതി എന്താണ്? 4. 4 4 8. 4 × 2 8. അപ്പോൾ ഡയമീറ്റർ എത്രയാണ്? 8 ആണ്. ക്വസ്റ്റ്യൻ സി, പിക്ക് ഔട്ട് ദി ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി സർക്കിൾ യു ഹാവ് ഡ്രോൺ. നിങ്ങൾ ഡ്രോൺ ചെയ്ത ഇതിൻ്റെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, എ പോയിൻറ്റ് 3 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി സെൻറ്റർ വിൽ ബി ഔട്ട്സൈഡ് ദി സർക്കിൾ. ഇപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പോയിന്റ് വരച്ചാൽ, ഒരു ലൈൻ വരച്ചാൽ എന്താണ്? സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കും, പുറമേക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആകെ റേഡിയസ് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും അല്ലേ, സെൻറ്ററിൽ നിന്നുമാണ്. സെൻറ്ററിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം 4 ഉള്ളൂ. ഇതാണ് നമ്മൾ വരച്ച സർക്കിൾ അല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എന്തായാലും ഉള്ളിലായിരിക്കും അല്ലേ, പുറമേക്ക് പോവുക, സർക്കിളിൻ്റെ പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇത് ഫാൾസ് ആണ്. എ പോയിൻറ്റ് 5 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദി സെൻറ്റർ വിൽ ബി ഇൻസൈഡ് ദി സർക്കിൾ. അപ്പോൾ 5 മീറ്റർ, സെൻറ്ററിൽ നിന്നും 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പോയിന്റ് എന്താണ്? സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. അതും തെറ്റാണ് അല്ലേ. ആകെ 4, സെൻറ്ററിൽ നിന്നുമാണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ 4, ഇവിടെ വരെ 4 ആണ്. അപ്പം 5 സെൻറ്റിമീറ്റർ സർക്കിളിൻ്റെ പുറമേക്ക് പോകും. ഇവിടെ ഇൻസൈഡ് ആണെന്നാണ് പറഞ്ഞത്, ഉള്ളിലാവുക അല്ല. തേർഡ് ഓപ്ഷൻ സി, എ പോയിൻറ്റ് 3 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദി സെൻറ്റർ വിൽ ബി ഇൻസൈഡ് ദി സർക്കിൾ അല്ലേ. സെൻറ്ററിൽ നിന്നും ഒരു 3 സെൻറ്റിമീറ്റർ എന്തായിരിക്കും? സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും അല്ലേ, ഉള്ളിലായിരിക്കില്ലേ. ഇവിടെ വരെ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എന്തായാലും ഉള്ളിലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ 4 കൂടി നോക്കൂ. ഡി എന്താണ്? എ പോയിൻറ്റ് 4 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി സെൻറ്റർ വിൽ ബി ഔട്ട്സൈഡ് ദി സർക്കിൾ. സർക്കിളിന് പുറത്തായിരിക്കും അല്ല. 4 സെൻറ്റിമീറ്റർ ഇവിടെ വരെയാണ്, സർക്കിളിൻ്റെ പുറത്തായിരിക്കില്ല. ഇവിടുന്ന് ഇവിടെ വരെയുള്ള 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ കൂടുതലുള്ളത് പുറത്തുമായിരിക്കും, കുറവുള്ളത് ഉള്ളിലും ആയിരിക്കും. ക്വസ്റ്റ്യൻ ഡി, എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് എ സ്ക്വയർ ആർ ഗിവൺ ഇൻ ദി ഫിഗർ. ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ. സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഉണ്ട്. ഇതിൻ്റെ റേഡിയസ് ആണ് 3 അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 3 ആയിരിക്കും. അപ്പോൾ 3 × 3 = 6 അല്ലേ. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡ്സും ഈക്വൽ ആണ് സ്ക്വയറിൻ്റെത് അല്ലേ. റെക്ടാങ്കിളിൻ്റെതാണ് ഈക്വൽ അല്ലാത്തത്. സ്ക്വയറിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 ആണ്. 4 സൈഡും 6 ആണ്. അതായത് 4 × 6, 4 6 24. 6 + 6 + 6 + 6 24 അല്ലേ. 4 6 24. ടി ഫോർ സ്ക്വയർ മീറ്റർ. ഓക്കെ, പെരിമീറ്ററിൻ്റെ യൂണിറ്റ് ആണ് സ്ക്വയർ മീറ്റർ. ഡയമീറ്ററിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. ആക്ടിവിറ്റി 2, ഈച്ച് റെക്ടാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്ക്വയേഴ്സ് ഓഫ് ഈക്വൽ സൈസ്. അപ്പോൾ ഓരോ റെക്ടാങ്കിളും ഈക്വൽ സൈസുള്ള സ്ക്വയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. റൈറ്റ് ദി ഫ്രാക്ഷൻസ് ഫോം ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ ഷെയ്ഡ് ചെയ്ത കളർ ചെയ്ത പോർഷൻ്റെ ഫ്രാക്ഷനിൽ എഴുതാനാണ് പറഞ്ഞത്. എത്ര സ്ക്വയർ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 അല്ലേ. 5 5 10 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ 10 സ്ക്വയേഴ്സിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 പോർഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5/10 അല്ലേ. ടോട്ടലുള്ള സ്ക്വയേഴ്സിൻ്റെ എണ്ണം താഴെ, അതിൽ എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 5 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് മുകളിലും 5/10. ബി ക്വസ്റ്റ്യനിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? ഇവിടെ 1 2 3 4 5 6 7. ഇവിടെയും 7 7 14 സ്ക്വയേഴ്സ് ഉണ്ട്. ആ 14 സ്ക്വയേഴ്സിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 5 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5/14. ക്വസ്റ്റ്യൻ സി, ഇൻ വിച്ച് ഓഫ് ദി എബോവ് പിക്ചർ ഈസ് ദി ഹാഫ് ഓഫ് ദി റെക്ടാങ്കിൾ ഷെയ്ഡഡ്. ഈ പിക്ചറിൽ ഏതാണ് റെക്ടാങ്കിളിൻ്റെ പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തത്? ഹാഫ് പോർഷൻസ്. അതായത് ഇവിടെ 10 കള്ളികളുണ്ട്, അതിൻ്റെ പകുതിയല്ല 5 കള്ളികൾ, അതിൻ്റെ പകുതി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. എ.
ദെൻ ഇതോ 14-ൽ 5 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹാഫ് പാർട്ട് ഷെയ്ഡ് ചെയ്തത് ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ 10-ൽ 5 ഭാഗം ഷെയ്ഡ് ചെയ്തത് ഓപ്ഷൻ എ ആണ്. ഡ്രോ എ റെക്ടാങ്കിൾ ആൻഡ് ഷെയ്ഡ് ഇറ്റ്സ് 3/7 പാർട്സ്. ഇപ്പോൾ റെക്ടാങ്കിൾ വരച്ചിട്ട് അതിൽ എയിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞത്. അല്ല, അതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. 1 ഭാഗം, 2 ഭാഗം, 3 ഭാഗം. 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. എ ഭാഗമാക്കി വരക്കുക. റെക്ടാങ്കിളിന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എ ഭാഗം വരക്കാം. ഓക്കെ, എ ഭാഗമാക്കിയിട്ട് അതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അല്ലെ, 3/7 എന്ന് പറഞ്ഞാൽ എ ഭാഗത്തിൽ 3 എണ്ണം ഷെയ്ഡ് ചെയ്യാനാണ്. അല്ലെ, 5/10 എന്ന് പറഞ്ഞാൽ 10-ൽ 5 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പം 3/7 എന്ന് പറഞ്ഞാൽ 7-ൽ 3 പോർഷൻസ് ഷെയ്ഡ് ചെയ്യുക, കളർ ചെയ്യുക. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 4/1/3? 4/1/3ക്ക് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 4/1/3 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4/1/3 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനോട് ആഡ് ചെയ്യാം. ഇത് ഓക്കെ, 4 × 3 + 1 / 3 എന്നുള്ളതാണ് 4/1/3 എന്ന് പറഞ്ഞാൽ. അതായത് 4 3 12 + 1 13. 13 / 3 എന്നാണ് ഇത്. ഇതെവിടെയാണ് 13/3? 2, ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ചോദിക്കും, അതിനോട് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഉള്ളത് കണ്ടോ, അങ്ങനെ അടിയിലുള്ളത് രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 എന്നല്ല ഇത്, 4 × 3 എന്നിട്ട് പ്ലസ് മുകളിലുമായിട്ട് പ്ലസ് ചെയ്യുക. 4 3 12 + 1 13. 13/3 അല്ലേ, ബൈ എന്നുള്ളത് ബൈ തന്നെ. ആക്ടിവിറ്റി 3, ക്വസ്റ്റ്യൻ എ. ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ ഹാൾ ആർ 8 മീറ്റർ ആൻഡ് 6 മീറ്റേഴ്സ് റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഹാൾ. ഏരിയ കാണാൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ, റെസ്പെക്റ്റീവ്ലി പറഞ്ഞാൽ ലെങ്ത്ത് 8ഉം ബ്രെഡ്ത്ത് 6ഉം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 8 × 6 6 6 36 7 42 8 6 48 48 സ്ക്വയർ മീറ്റർ. ഏരിയൻ്റെത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് സ്ക്വയർ മീറ്റർ. ദെൻ ബി, എ റെക്ടാങ്കുലർ cabin of 3 meters wide was made in one part of the hall. The area of the cabin is 12 square meters. What is the length of the cabin? ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് അല്ലേ. ഏരിയ ഓഫ് ദി ക്യാബിൻ 12 സ്ക്വയർ മീറ്റർ ആണ്. ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്? സ്ക്വയർ മീറ്റർ. സ്ക്വയർ മീറ്റർ എന്ന് എഴുതണം. ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ബ്രെഡ്ത്ത് 3 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഹാളിൻ്റെ ഒരു ഭാഗം അതിൻ്റെ വൈഡ് എന്താണ്? 3 മീറ്റർ വൈഡാണ്. അതായത് അതിൻ്റെ ബ്രെഡ്ത്ത് എന്താണ്? 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാനായിരുന്നു. ഇവിടെ ഏരിയയും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ അല്ലേ. അപ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത്ത് ആണ് ഏരിയ. ആ ഏരിയ എത്രയാണ്? 12 ആണ്. അപ്പോൾ 3 × എത്രയാണ് ഏരിയ? 12 കിട്ടണമെങ്കിൽ ഏതിനെ? 3-നെ ഏത് സംഖ്യനോട് ഇൻറ്റു ചെയ്യണം? 3 × 4 അല്ലേ 12. അപ്പോൾ ഏരിയ 12 കിട്ടണമെങ്കിൽ നമ്മുടെ ലെങ്ത്ത് എന്താണ്? എൽ എന്താണ്? 4 ആയിരിക്കണം. അപ്പോൾ ബീൻ്റെ ആൻസർ 4 മീറ്റർ അല്ലേ. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ദെൻ ക്വസ്റ്റ്യൻ സി, ഹൗ മെനി ടൈംസ് ദി ഏരിയ ഓഫ് ദി ക്യാബിൻ വിൽ ബി ദി ഏരിയ ഓഫ് ദി ഹാൾ? എത്ര ഇരട്ടിയാണ്, എത്ര ടൈംസ് ആണ്, എത്ര മടങ്ങാണ് എന്ത് ക്യാബിൻ്റെ ഏരിയ ഹാളിൻ്റെ ഏരിയയുമായിട്ട്? അപ്പോൾ ഏരിയ ഓഫ് ദി ഹാൾ എത്രയാണ്? ഹാളിൻ്റെ ഏരിയ 48 സ്ക്വയർ മീറ്റർ ആണ്. നമ്മളെ ക്യാബിൻ്റെ ഏരിയ എത്രയാണ്? 12 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ ഈ 12ൻ്റെ എത്ര മടങ്ങാണ് 48? എത്ര ഇരട്ടിയാണ്? അപ്പോൾ എത്ര 12 എടുത്താലാണ് നമുക്ക് 48 കിട്ടുക? 3 12 എടുത്താൽ 2 4 6 ആവുള്ളൂ. അപ്പോൾ 4 12 എടുത്താൽ 2 4 6 8 4 1s 48 കിട്ടിയില്ല. അപ്പോൾ 4 12 എടുക്കണം. അതായത് 4 മടങ്ങാണ്, 4 ടൈംസ് ആണ്. എത്ര ഇരട്ടിയാണെന്ന് വെച്ചാൽ 4 ടൈംസ് ആണ്. അതായത് 4 വട്ടം 12 എടുത്താലേ 48 കിട്ടുക. ഓഫ് ദി ക്യാബിൻ്റെ എത്രയാണ്? 4 ടൈംസ് ആണ്, 4 മടങ്ങാണ്. സീൻ്റെ ആൻസർ 4 ടൈംസ്. ക്വസ്റ്റ്യൻ ഡി, ഹൗ മെനി ടൈംസ് ദി പെരിമീറ്റർ ഓഫ് ദി ക്യാബിൻ വിൽ ബി ദി പെരിമീറ്റർ ഓഫ് ദി ഹാൾ? നേരത്തെ ഏരിയ ആയിരുന്നു ചോദിച്ചത്. ഇപ്പോൾ പെരിമീറ്റർ, ക്യാബിൻ്റെ പെരിമീറ്റർ, ഹാളിൻ്റെ പെരിമീറ്ററായിട്ട് എത്ര ഇരട്ടിയാണ്? അതായത് ഏരിയ എത്ര ഇരട്ടിയായിരുന്നു? 4 ഇരട്ടിയായിരുന്നു. അപ്പോൾ പെരിമീറ്റർ എത്ര ഇരട്ടിയായിരിക്കും? 2 ഇരട്ടിയാണ്. അപ്പോൾ 2 ടൈംസ്. എൻ്റെ ആൻസർ 48 സ്ക്വയർ മീറ്റർ, ബീൻ്റെ ആൻസർ 4 മീറ്റർ, സീൻ്റെ ആൻസർ 4 ടൈംസ്, ഡീൻ്റെ ആൻസർ 2 ടൈംസ്. ആക്ടിവിറ്റി 4, സുനിൽ bought 12 books of Rs 125 each and 125 pens of Rs 12 each. How much should he pay in total? എത്രയായിരിക്കും അവന് ചിലവഴിച്ച പൈസ? എത്ര പൈസ അടക്കണം? അതായത് 12 ബുക്കിന് 125 രൂപയും 125 പെന്നിന് 12 രൂപയും വെച്ചാണ് അവൻ വാങ്ങിയത്. അപ്പോൾ ടോട്ടൽ എത്ര പൈസയായി അല്ലേ? ഒരു ബുക്കിന് 125 രൂപയാണ്. അങ്ങനത്തെ 12 ബുക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 12 ബുക്കിന് എത്രയാണ്? 12 × 125 പ്ലസ് എത്ര കൂടെ ഉണ്ട്? Rs 12 ഈച്ച്, ഓരോന്നിനും 12 ആണ്. അങ്ങനത്തെ 125 പെന്ന് വാങ്ങിയിട്ടുണ്ട്. ഓരോ പെന്നിനും 12 ആണ്. അപ്പോൾ 125 പെന്നിന് 125 × 12. അപ്പോൾ 125 × 12 എത്രയാണ്? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഗുണിച്ച് നോക്കുമ്പോൾ 1500 കിട്ടും.
വീണ്ടും എന്താണ് 125 ഇൻറ്റു 12 തന്നെയാണ് അല്ലേ. 12 ഇൻറ്റു 125 125 ഇൻറ്റു 12 സെയിം ആണ്, 1500 ആണ്. 1500 എത്രയാണ്? 15 15 എത്രയാണ്? 30 ആണ്. ദെൻ 2 0 ഉണ്ട്. അപ്പോൾ 3000 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ എത്ര പേ ചെയ്തു? 3000. ടോട്ടൽ എത്ര പൈസ വേണം? 3000. ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി ബുക്സ് ക്യാൻ ബി ബോട്ട് വിത്ത് ദിസ് ടോട്ടൽ എമൗണ്ട്? ഈ ടോട്ടൽ എമൗണ്ടിന് എത്ര ബുക്സ് വാങ്ങാം? അല്ലേ, ഇതിൻ്റെ പകുതി പൈസക്ക് 12 ബുക്ക് വാങ്ങിയിട്ടുണ്ട്, പിന്നെ 12 പെന്നുമാണ് വാങ്ങിയത് അല്ലേ. അങ്ങനെയാണ് 3000 രൂപയായത്. ഈ 3000 രൂപക്ക് ബുക്ക് മാത്രം വാങ്ങുകയാണെങ്കിൽ, ഈ ടോട്ടൽ എമൗണ്ടിന് ബുക്ക് മാത്രം വാങ്ങുകയാണെങ്കിൽ എത്ര ബുക്ക് വാങ്ങാം? ഹൗ മെനി ബുക്സ് ക്യാൻ ബി ബോട്ട് വിത്ത് ദിസ് ടോട്ടൽ എമൗണ്ട്? ഈ ടോട്ടൽ എമൗണ്ട് കൊണ്ട് എത്ര ബുക്സ് വാങ്ങാം? അപ്പോൾ ഒരു 1500-ന് ഒരു 12 ബുക്ക് വാങ്ങാമായിരുന്നു. പിന്നെ 12 പേനയാണ് വാങ്ങിയത്. അപ്പോൾ ഈ 1500-ന് ഒരു 12 ബുക്ക് കൂടി വാങ്ങാമായിരുന്നു ഇല്ലേ. ഇത് 1500-നോട് 12 ബുക്ക് വാങ്ങിയില്ലേ. അപ്പോൾ ഈ 1500-ന് ഒരു 12 ബുക്ക് കൂടി. അപ്പോൾ 12 12 24 ബുക്ക് വാങ്ങാമായിരുന്നു. ടോട്ടൽ എമൗണ്ടിനോട് 24 ബുക്ക് വാങ്ങാം. 3000. ബീൻ്റെ ആൻസർ 24. സീൻ്റെ ആൻസർ എന്താ? ഈ 4 ടൈംസ് ഓഫ് 285 ഈസ് ആഡഡ് ടു 6 ടൈംസ് ഓഫ് 285. ഹൗ മെനി ടൈംസ് ഓഫ് 285 ഡു വി ഗെറ്റ്? അപ്പോൾ 285-ൻ്റെ 4 മടങ്ങ് എന്തുമായിട്ട് ആഡ് ചെയ്യുക? 285-ൻ്റെ തന്നെ 6 മടങ്ങുമായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 285-ൻ്റെ എത്ര ടൈംസ്, എത്ര ഇരട്ടി നമുക്ക് കിട്ടും? അപ്പോൾ അത് 6 ടൈംസും 4 ടൈംസും, 6 4 10 അല്ലേ. 10 ടൈംസാണ് 285-ആയിട്ട് ആഡ് ചെയ്യുന്നത്. 10 ടൈംസ് അല്ലേ, 10 മടങ്ങ് അല്ലേ. 285-ൻ്റെ 4 മടങ്ങും 285-ൻ്റെ 6 മടങ്ങും ആഡ് ചെയ്താൽ എത്രയാണ്? 4 6 10 മടങ്ങ്. 285-ൻ്റെ തന്നെ 10 മടങ്ങാണ് അല്ലേ. 285-ൻ്റെ എത്ര മടങ്ങാണ് കിട്ടുക എന്ന് ചോദിച്ചത്? 10 ടൈംസ്. 10 ടൈംസ്. ക്വസ്റ്റ്യൻ ഡി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 60 ഇൻറ്റു 16? 60 ഇൻറ്റു 16-ന് ഈക്വൽ അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പോൾ 16 ഇൻറ്റു 60 60 ഇൻറ്റു 16 ഇതിന് ഈക്വൽ ആണ്. ഇതിൻ്റെ 60-ൻ്റെ പകുതി 30, 16-ൻ്റെ ഇരട്ടി 32. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഇതിന് ഈക്വൽ ആയിട്ടാണ് കിട്ടുക. പക്ഷേ 120 ഇൻറ്റു 16 നോക്കൂ, ഇതിൻ്റെ ഇരട്ടിയാണ്. ഇതെന്തായാലും ഇതിന് ഈക്വൽ ആയിരിക്കില്ല അല്ലെ. 120 ഇൻറ്റു 16 എന്നൊരു ബിഗ് നമ്പർ ആയിരിക്കും. ഇത് 60 ഇൻറ്റു 16 ആണ്. അപ്പോൾ ഇതെന്തായാലും ഇതിന് ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആക്ടിവിറ്റി 5. A, some doshas of the same size are cut into 4 equal parts. A, Anu took 3 pieces from them. What parts of a dosha did Anu take? അനു ആ പീസിൽ നിന്ന് 3 എടുത്തു. അതായത് ഒരു ദോശ 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഒരു ദോശയെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈക്വൽ പാർട്സ്, അതായത് ഒരേ അളവിൽ ഡിവൈഡ് ചെയ്യണം. അതിൽ എത്രണ്ണാണ്? 3 പീസാണ് അനു എടുത്തത് അല്ലേ. ഫസ്റ്റ് 4 പീസായിട്ടാണ്, ഈക്വൽ പാർട്സ് ആയിട്ടാണ് അല്ലേ. ദോശ എന്ന് പറയുമ്പോൾ റൗണ്ട് ഷേപ്പിലായിരിക്കും അല്ലേ. അതിൽ 4 പീസാക്കി ഡിവൈഡ് ചെയ്തതിൽ 3 പീസ് അനു എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പാർട്സ് എടുത്തിട്ടുണ്ട് അനു? അതായത് നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിലാണ് എഴുതേണ്ടത്. 4-ൽ എത്ര ഭാഗം അനു എടുത്തിട്ടുണ്ട്? 4-ൽ 3 ഭാഗം അനു എടുത്തിട്ടുണ്ട്. അതായത് ഈ 3 ഭാഗം അനു എടുത്തു എന്ന് പറഞ്ഞാൽ, ഈ 3 ഭാഗം എടുത്തു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 കഷ്ണങ്ങളുണ്ട് അല്ലേ. ഈ 4 കഷ്ണങ്ങളിൽ 3 ഭാഗമാണ് അനു എടുത്തത്. അതായത് 3/4 അല്ലേ. ആകെയുള്ള ദോശകളുടെ എണ്ണം താഴെ എഴുതുക. എത്ര എണ്ണമാണ് അനു എടുത്തത്? 3 എണ്ണമാണ് എടുത്തത്. അത് മുകളിൽ അല്ലേ. 3/4. 4 കഷ്ണങ്ങളിൽ 3 എണ്ണം അനു എടുത്തു. ബി ക്വസ്റ്റ്യൻ, വെൻ സം പീസസ് ടുക്ക് ബൈ മിനി വെർ ജോയിൻഡ് ടുഗദർ ഇറ്റ് ബിക്കെയിം എ വോൾ ദോശ. ഹൗ മെനി പീസസ് ഡിഡ് മിനി ടേക്ക്? മിനി എടുത്ത പീസുകൾ ജോയിൻ ചെയ്തപ്പോൾ അതെന്താണ്? ഒരു ഫുൾ ദോശ, ഒരു ഓൾ ദോശയായി. അങ്ങനെയാണെങ്കിൽ മിനി എത്ര പീസ് എടുത്തിട്ടുണ്ടാവും? എടുത്ത പീസ് ജോയിൻ ചെയ്തപ്പോൾ അവർക്ക് എന്താണ്? ഒരു ഫുൾ ദോശ കിട്ടി. അപ്പോൾ 4 ഡിവൈഡ് ചെയ്തതിൽ 4 പീസ് എടുക്കുമ്പോഴല്ലേ ഒരു ഫുൾ ദോശ കിട്ടുകയുള്ളൂ, ഒരു ഓൾ ദോശ കിട്ടുക. അപ്പോൾ മിനി എന്താണ്? 4 പീസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഫുൾ ദോശ, ഒരു ഹോൾ ദോശ കിട്ടിയത്. അപ്പോൾ എത്ര പീസാണ് മിനി എടുത്തത്? 4 പീസ് എടുത്തിട്ടുണ്ട്. 4 ഒരു ഓൾ ദോശ കിട്ടുകയുള്ളൂ. ക്വസ്റ്റ്യൻ സി, വെൻ ദി പീസസ് ടുക്ക് ബൈ ബിനു വെർ ജോയിൻഡ് ടുഗദർ ഇറ്റ് ബിക്കെയിം 2 1/4 ദോശാസ്. ഹൗ മെനി പീസസ് ഡിഡ് ബിനു ടേക്ക്? അല്ലെ, ബിനു എടുത്തത് ജോയിൻ ചെയ്തപ്പോൾ 2 1/4 ദോശ എന്ന് കിട്ടി. 2 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് ഈ 2-നെ 4 കൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഈ 1 കൊണ്ട് ആഡ് ചെയ്യുക. ഓൾ ഡിവൈഡഡ് ബൈ 4. 2 × 4 + 1 ഡിവൈഡഡ് ബൈ 4 അല്ലേ. 2 × 4 + 1. 2 × 4 ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. +1 ഡിവൈഡഡ് ബൈ 4. 2 × 4 എത്രയാണ്? 8. 2 4 8. 8 + 1 9. 9/4. 9/4 എന്നതിലുള്ളതിൽ 4 കഷ്ണങ്ങളാണ് ആക്കിയത്. അതിൽ എത്ര പീസ് കിട്ടിയിട്ടുണ്ടാവും? 9 പീസ്. ന്യൂവിന് കിട്ടിയത് 9 പീസ് അല്ലേ. /4 4 പീസാണ് ആക്കിയത്. ആ 4 എണ്ണത്തിൽ എത്ര എണ്ണമാണ്? മുകളിലുള്ളതാണ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. 9. ക്വസ്റ്റ്യൻ ബി, എ റിബൺ ഓഫ് 7 meter ലെങ്ത് ഈസ് ഈക്വലി ഡിവൈഡഡ് എമോങ് 5 ചിൽഡ്രൻ. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് റിബൺ വിൽ ഈച്ച് വൺ ഗെറ്റ്? ഇപ്പോൾ 7 meter ലെങ്ത് ഉള്ള ഒരു റിബണ് എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 5 കുട്ടികൾക്കാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 7/5 അല്ലേ. ടോട്ടൽ എത്ര ഉണ്ടോ, എത്ര കേക്കാണ് അല്ലെങ്കിൽ എത്ര ഒബ്ജക്ട്സ് ഉണ്ട്? ഇവിടെ 7 meter ലെങ്ത് ഉള്ള റിബണാണ്. അത് എത്ര ആളുകൾക്ക് ഡിവൈഡ് ചെയ്തു എന്നുള്ളത് അടിയിൽ എഴുതുക. എമോങ് 5 ചിൽഡ്രൻ. 5 ആളുകൾക്കാണ് വിധിച്ചത്.
ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് റിബൺ വിൽ ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര മീറ്റർ റിബൺ കിട്ടും? 7/5 ആണ് ആൻസർ. നമ്മുടെ ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ആ ചാപ്റ്റർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക, മനസ്സിലാകും. ക്വസ്റ്റ്യൻ സി, പിക്ക് ഔട്ട് ദി ഫ്രാക്ഷണൽ ഫോം നോട്ട് ഈക്വൽ ടു 5/8. 5/8 നോട്ട് ഈക്വൽ അല്ലാത്ത ഫ്രാക്ഷൻ ആണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. 5/8 ഈക്വൽ ആയിട്ടുള്ളത് 5ന്റെ ഇരട്ടി 10, 8ന്റെ ഇരട്ടി 16, ഇതൊക്കെ ഈക്വൽ ആണ്. ഇതിനൊക്കെ കട്ട് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഇതിന് ഈക്വൽ ആണ്. പക്ഷേ 20/13 നമുക്ക് ഇതിന് ഈക്വൽ അല്ല. 5/8 ആക്കി എഴുതാൻ കഴിയില്ല. ഇല്ലല്ലോ, 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 30 ഇല്ലല്ലോ. അപ്പോൾ 20/13 നമുക്ക് ഇതുമായിട്ട് 5/8 ആയിട്ട് ഈക്വൽ അല്ലാത്തത് ഓപ്ഷൻ 3. ആക്ടിവിറ്റി 6, ദി ഫ്ലോർ ഓഫ് എ റൂം ഈസ് ലൈഡ് വിത്ത് ടൈൽസ് ഓഫ് ദി സെയിം സൈസ്. അപ്പോൾ സെയിം സൈസിലുള്ള ടൈൽസ് വെച്ചാണ് ഒരു റൂമിൻ്റെ ഫ്ലോർ അടിഭാഗം ടൈൽ ചെയ്തത്. ക്വസ്റ്റ്യൻ എ, ഹൗ മെനി സച്ച് ടൈൽസ് ക്യാൻ ബി ലൈഡ് ഇൻ ദിസ് റൂം? ഈ റൂമിൽ എത്ര ടൈൽസ് ഇതുപോലെ വെക്കാം? അപ്പോൾ ഇവിടെ 1 2 3 4 5 എണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങോട്ടും ഒന്നിങ്ങനെ 4 എണ്ണം കൂടി ഇവിടെ വെക്കാം. അപ്പോൾ ഇവിടെ 5 എണ്ണം വെക്കാം, ഇങ്ങോട്ടും അതേപോലെ 5 എണ്ണം ഉണ്ടാവും. അതായത് 5 × 5 അല്ലേ? ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 5 × 5 5 5 25 25. അപ്പോൾ 25 ടൈൽസ് അങ്ങനെ വെക്കാം. ക്വസ്റ്റ്യൻ ബി, ഈച്ച് ടൈൽ ഹാസ് ലെങ്ത് 60 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 30 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് വൺ ടൈൽ? അല്ലേ, ഒരു ടൈലിൻ്റെ ഏരിയ ആണ് ചോദിച്ചത്. അതായത് ഒരു ടൈലിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് അല്ലേ. ഈച്ച് ടൈൽ ഹാസ്, ഈച്ച് ടൈൽ എന്ന് പറഞ്ഞാൽ ഓരോ ടൈലിനും എന്താണ് 60 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉണ്ട്, 30 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉണ്ട്. 60 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉണ്ട്, നീളം അല്ലേ, വീതി എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉണ്ട് ഓരോ ടൈൽസിനും. അപ്പോൾ അതിൻ്റെ ഏരിയ കാണാൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 30 × 60. 30 × 60 എത്രയാണ്? അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഈസി ട്രിക്ക് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ എത്ര 0 ഉണ്ടോ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്പേഴ്സ് ഏതാണ്? 3 × 6 എത്രയാണ്? 1 6 6 2 6 12 3 6 18. പിന്നെ എത്ര 0 ഉണ്ട്? 1 2 2 0 ഉണ്ട്. അപ്പോൾ 1800 ആണ് ആൻസർ. ദെൻ ഫൈൻഡ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി റൂം. അങ്ങനെയാണെങ്കിൽ ഈ റൂമിൻ്റെ ഏരിയ ആണ് ചോദിച്ചത്. ഒരു ടൈലിൻ്റെ ഏരിയ ആണ് നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ഒരു ടൈലിൻ്റെ നീളവും വീതിയാണ്, ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് ഇവിടെ തന്നത്. അങ്ങനെ ഒരു ടൈലിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ റൂമിലുള്ള എല്ലാ ടൈലിൻ്റെയും മൊത്തം ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചത്. എത്ര ടൈലാണ് ആകെ ഉള്ളത്? 25 ആണല്ലേ. 25 ടൈൽസാണ് ടോട്ടൽ ഉള്ളത്. ഒരു ടൈലിൻ്റെത് 1800 ആണെങ്കിൽ 25 ടൈലിൻ്റെ എത്രയാണ്? 25 × 1800. 25 ടൈലുണ്ട്, ഓരോ ടൈലിൻ്റെതും 1800 ആണ്. അപ്പോൾ 25 ടൈലിൻ്റെത് 25 × 1800. 0 ഉള്ള സംഖ്യകൾ ഇതാണെങ്കിൽ 0 വീണ്ടും പിന്നിട്ട് കൊടുത്താൽ അത് 25 × 18 ചെയ്യാം. 25 × 18 എത്രയാണ്? 5 5 25 6 5 30 7 35 40 0 ശിഷ്ടം ബാലൻസ് 4 2 8 16 17 18 19 20 അല്ലേ. ഈ 4 കൂടി കൂട്ടിയാൽ 20. 1 5 5 1 2 2 2 2 4 450 എന്ന് കിട്ടും. 450 പിന്നെ 2 0 കൂടി ഉണ്ടല്ലേ. ഈ 0 കൂട്ടാതാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 45,000 45,000 45,000 എന്നാണ് ടോട്ടൽ ഏരിയ കിട്ടുക. അപ്പോൾ ഏരിയ ആണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ യൂണിറ്റ് കൂടി എഴുതണം. ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്? സ്ക്വയർ മീറ്റർ ആണ്. 45,000 സ്ക്വയർ മീറ്റർ അല്ലേ. ഇവിടെ ഏരിയ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആൻസറിൻ്റെ കൂടെ എന്ത് എഴുതണം? സ്ക്വയർ മീറ്റർ എന്ന് കൂടി എഴുതണം. ആക്ടിവിറ്റി 7, ക്വസ്റ്റ്യൻ എ, ഹൗ മെനി ബണ്ടിൽസ് വിൽ ബി ദർ ഇഫ് 1245 ബുക്സ് ആർ മെയ്ഡ് ഇൻ ടു ബണ്ടിൽസ് ഓഫ് 12 ഈച്ച്? അപ്പോൾ എത്ര ബണ്ടിൽസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. ഹൗ മെനി ബണ്ടിൽസ്? 1245 ബുക്സ് എത്ര ബണ്ടിലാക്കുമ്പോൾ? 12 എണ്ണം, ഓരോ 12 വീതം ബണ്ടിലാക്കുമ്പോൾ, കെട്ടുകളാക്കുമ്പോൾ എത്ര ബണ്ടിൽ ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്ര ബുക്സാണ് ഉള്ളത്? 1245 ബുക്സ് ഉണ്ട്. അതിനെ ഓരോന്നിനും എന്താണ്? 12 ബണ്ടിലാണ് ആക്കേണ്ടത് അല്ലേ. 12 കഷ്ണങ്ങളാക്കുന്നത് പോലെ തന്നെ 12 കെട്ടുകളാക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ 12 ആൾക്കാണ് വീതിക്കേണ്ടത്. അപ്പോൾ ആദ്യം ടോട്ടൽ നമ്മൾ മുകളിൽ എഴുതും അല്ലേ. എത്ര എണ്ണമാണോ ആക്കേണ്ടത് അത് താഴത്ത് എഴുതും. ഫ്രാക്ഷൻസ് എന്നുള്ള ഈ ചാപ്റ്റർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ്. 1245/12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡഡ് ബൈ, ഹരിച്ച് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ ഒന്നിലെന്താണ്? 12 ഇല്ല. അപ്പോൾ 12 എത്ര 12 ഉണ്ട്? ഒരു 12 12. ദെൻ 12 നിന്ന് 12 പോയാൽ 0. പിന്നെ 4 എടുത്ത് എഴുതുക, മേലുള്ള എഴുതുക. 4ലും 12 ഇല്ല അല്ലേ, 0 ആണുള്ളത്. ദെൻ 5 എടുത്ത് എഴുതുക. 5ൽ 45 എത്ര 12 ഉണ്ട് അല്ലേ. ഓരോ 12 വീതം എടുത്തു പോകുക. 12 12 24 36 അല്ലേ. ഇനി ഒരു 12 കൂടി എടുക്കുമ്പോൾ 45 കടന്നു പോകും അല്ലേ. 3 12 36 ആണ്. 45 നിന്ന് 36 പോയാൽ എത്രയാണ്? 9. ഇപ്പോൾ ബാലൻസ് 9 ആണ്. അതായത് നമ്മൾ ഫ്രാക്ഷൻസ് ചെയ്തുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ആൻസർ നമ്മൾ ആദ്യം എഴുതും,
അല്ലേ 103 എന്നുള്ളത് ലാസ്റ്റ് ബാലൻസ് വന്നത് മുകളിൽ എഴുതിയിട്ട് ബൈ 12 അല്ലേ നമ്മൾ 1245/12 അങ്ങനെയാണ് സാധാരണ എഴുതൽ. ബട്ട് ഇവിടെ എന്താണ് എത്ര ബണ്ടിൽസ് ബുക്കാണ് ചോദിച്ചത്. ബുക്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പം ഇങ്ങനെ എഴുതരുത്. ബുക്ക് പെന്ന് ആളുകളിലെ പേഴ്സൺസ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ, അങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതില്ല. അപ്പോൾ പകരം നമ്മൾ ഈ ആൻസർ 103 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് എടുക്കുക. എൻ്റെ ആൻസർ എന്താണ് 103 എന്നുള്ളതാണ് അല്ലേ. 9 ബുക്ക് ബാക്കി എന്ന് എഴുതാം അല്ലേ, 9 ബുക്ക് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ ബി ക്വസ്റ്റ്യൻ ഹൗ മെനി മോർ ബുക്സ് ആർ നീഡഡ് ടു മേക്ക് എ ന്യൂ ബണ്ടിൽ. ഒരു ന്യൂ ബണ്ടിൽ ഉണ്ടാക്കാൻ ഇനി എത്ര ബുക്സ് കൂടി ആവശ്യമാണ്? അപ്പോൾ നമുക്ക് എത്ര ബണ്ടിലുള്ളതാകെ 12 ബണ്ടിൽസ് ആണുള്ളത്. ആ 12 ബണ്ടിൽസിൽ എത്ര ബുക്കാണ് ബാക്കി? ഇതാണ് ബാലൻസിൽ 9 ആണ് ബാക്കിയുള്ളത്. 12 9 പോയാൽ എത്രയാണ് 3. അപ്പോൾ 3 ബണ്ടിൽസ് കൂടി നമുക്ക് ഉണ്ടാക്കാം. 3 ബുക്ക് കൂടി കിട്ടിയാൽ ഒരു ബണ്ടിൽ കൂടി ഉണ്ടാക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഈക്വൽ ടു 1245 ഡിവൈഡഡ് ബൈ 12. അതായത് 1245/12 എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് ചോദിച്ചത്. മൂന്നാമത്തെ അല്ല 1245 അല്ല 1245 അല്ല 1200 + 45 1245/12. അപ്പോൾ ഇതിനോടാണ് ഈക്വൽ അല്ലേ, 1245/12 1200 + 45 ആണ് 1245. ഓപ്ഷൻ 3 ആണ് ശരിയായ ഉത്തരം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തു. ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഇനിയും സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.